ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ക്രീമി പാസ്തൻ്റെ വീഡിയോ ആണ്. അത് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 2 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ പാസ്തയും കൂടെ അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു 80% കുക്കാക്കി എടുക്കണം. അപ്പോൾ ഇത് പല ഷേപ്പിലുള്ളതും കിട്ടും. ഇപ്പോൾ അങ്കിടെ കിട്ടിയിട്ടുള്ള ഷേപ്പ് ശംഖിൻ്റെയാണ്. അപ്പോൾ ഏത് ഷേപ്പിലാണെങ്കിലും സാരമില്ല. അതൊന്ന് വെന്തതിന് ശേഷം അതൊന്ന് പാത്രത്തിലേക്ക് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ ചൂടായതിനു ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് തന്നെ ഒരു മീഡിയം സൈസ് ക്യാരറ്റും സാധാരണ ഒരു മീഡിയം സൈസ് തന്നെ ഒരു തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്ത് മാറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു പാത്രം ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുക. ഒരു 10 അല്ലി വെളുത്തുള്ളി 50 ഗ്രാം മെൽറ്റായ ബട്ടറിലേക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വാടി വരുമ്പം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിനെ ഒന്ന് തീ കുറച്ച് വെച്ചിട്ടാണ് ഇതൊക്കെ മൂപ്പിച്ചെടുക്കാനെല്ലാം കരിഞ്ഞു പോകും. അതും ഒന്ന് മൂത്ത് വന്നതിന് ശേഷം 1/2 ലിറ്റർ പാലാണ് ഞാൻ ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നുള്ളത്. അപ്പോൾ അവരവർക്ക് ഇത് ആവശ്യത്തിന് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. സാധനം കൂടുന്തോറും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ 500 ഗ്രാം പാസ്തയാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിലെന്നെ വെച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കുക. അത് കുറുക്കി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്നിട്ട് ആ വെജിറ്റബിളിൻ്റെ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ വെജിറ്റബിൾസിൽ നിങ്ങൾക്ക് എന്നിട്ട് ഈ ക്രീമാക്കിയ മിക്സിലേക്ക് ഈ വെജിറ്റബിൾ മിക്സും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അതിലേക്ക് വേവിച്ച് വെച്ച പാസ്തയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വെജിറ്റബിൾ മിക്സിലേക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കോ സ്പ്രിംഗ് ഓണിയനോ അങ്ങനെയെല്ലാം ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ അതൊന്നും ഇട്ട് കൊടുത്തിട്ട് ഈ 3 സാധനം മാത്രം ഇട്ട് കൊടുത്തിട്ട് എന്നാലും നല്ല ടേസ്റ്റ് സാധനം തന്നെ. പിന്നെ ഞാൻ ഇതിലേക്ക് ചെറുതായിട്ട് പൊടിച്ചിട്ട് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനത് മിക്സാക്കി പോയി. അപ്പോൾ അതിൻ്റെ ഒക്കെ തന്നെ 2 ടേബിൾ സ്പൂണ് മയോണൈസും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക. മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ചൂടോടെ തന്നെ ഒരു പാത്രത്തിലേക്ക് അതൊന്ന് മാറ്റിയെടുക്കുക. നല്ല ടേസ്റ്റ് സാധനമൊന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുമ്പോൾ അറിയും. നമുക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് ടേസ്റ്റ് എന്ന് തോന്നിയത് മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ട് ഇടലുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്. ഞാൻ പിന്നെ അതിലേക്ക് മാറ്റി വെച്ചതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് ചില്ലി ഫ്ലേക്സും വെറുതെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.